ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസസ് ഏതാണ്? അപ്പോൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിക്കൽ ഡാൻസുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസ് പറഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലായിരിക്കും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി പോയാലോ? അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏത് എക്സാം എടുത്ത് നോക്കിയാലും ഉറപ്പായിട്ടും ഒരു മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഒന്നുകിൽ ഏത് സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ ഡാൻസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകൾ ആരാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് ചുമ്മാ പഠിച്ചു പോകാൻ പറ്റും. ജസ്റ്റ് ഒന്നെടുത്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന രീതി ഈസി ആയിട്ട് എനിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പണ്ട് ഇതൊക്കെ പഠിച്ചതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കാണുകയും ഒരുപാട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് ഇതൊക്കെ മിസ്സായി പോകുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇതുവരെ ചോദിച്ചിട്ടുള്ളത് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എടുക്കുക. പക്ഷെ അതൊരു ടൈം വേസ്റ്റ് ആയിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇതുവരെ എഴുതിയ എക്സാമുകളിലെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കൂടുതൽ മാത്സിനോ അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റിക്കോ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവുക, ഒരു നോട്ട് എഴുതുക, അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പോകുന്നതായിരിക്കും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ആ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ആയി കിട്ടും. അപ്പോൾ ആദ്യം വരുന്നത് ഭരതനാട്യം. അത് ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ തമിഴ്നാട്. അടുത്തത് ബീഹു, അത് ആസാമുമായിട്ട് ബന്ധപ്പെട്ടതാ. അടുത്തത് ബാംഗ്ര, അത് പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ടതാ. പിന്നെ വരുന്നത് ഛൗ, അത് വരുന്നത് ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ഇത്രയും റീജിയണിൽ വരുന്നുണ്ട്. ഈ ചൗവിന് തന്നെ നമ്മൾ ഇത്രയും സ്റ്റേറ്റ് പറയുന്നത് ഇതിന് 3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ അത് താഴെ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് മയൂർഭഞ്ച് ചൗ. ഒഡീഷയിൽ പെർഫോം ചെയ്യുന്ന ഇത് ക്ലാസിക്കൽ ഡാൻസ് ആണിത്, മയൂർഭഞ്ച് ചൗ. അപ്പോൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ബാക്കി ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും വരുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ക്ലാസ്സിൽ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നല്ല, ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇൻ കേസ് ഇങ്ങനെയും വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നീട് വരുന്നത് ഗർഹ്വാലി, അത് വരുന്നത് ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് ഗർഭ, അത് ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഹട്ടാരി, അത് കർണാടകയായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ കഥക്, കഥക് നമുക്ക് ഒരുപാട് അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഭാരതി ആണെങ്കിലും ഗുപ്തി ആണെങ്കിലും ബിർജു മഹാരാജ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് തവണ റിപ്പീറ്റ് വരുന്നതാണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കഥക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോർത്ത് ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ക്ലാസിക്കൽ ഡാൻസാണ് കഥകളി. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. പിന്നെ കുച്ചിപ്പുടി, കുച്ചിപ്പുടി വരുന്നത് നമ്മൾ തെറ്റിക്കരുത്, അത് ആന്ധ്രാപ്രദേശാണ്. പിന്നീട് വരുന്നത് കർമ്മ, കർമ്മ വരുന്നത് മധ്യപ്രദേശാണ്. പിന്നെ ലാഹോ മേഘാലയയാണ്. പിന്നീട് മോഹിനിയാട്ടം, അതും കേരളയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു. ഒന്ന് കഥകളി, അതുപോലെ മോഹിനിയാട്ടം. ക്ലാസിക്കൽ ഡാൻസ് പെർഫോം ചെയ്യുന്നത് കേരളയിലാണ്. പിന്നെ ഗോവയിൽ വരുന്നതാണ് മന്തോ. പിന്നെ മണിപ്പൂരി വരുന്നത് മണിപ്പൂരിലാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ഒഡീസി വരുന്നത് ഒഡീഷയിലാണ്. പിന്നെ റൌഫ് വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. പിന്നെ നമുക്കെപ്പോഴും തെറ്റിപ്പോകുന്ന യക്ഷഗാൻ, അത് വരുന്നത് കർണാടകയിലാണ്. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇത് വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി പോവുക. നമ്മൾ ഈ പഠിച്ചു പോകുന്ന ക്ലാസിക്കൽ ഡാൻസസിനൊപ്പം തന്നെ നമ്മൾ ഈ ഫോക്ക് ആൻഡ് ട്രൈബൽ ഡാൻസസ് കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കൊരു മാർക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻ കേസ് ക്ലാസിക്കൽ ഡാൻസ് അവർക്ക് ചോദിച്ചില്ല, ഇപ്പോൾ ഒരു പാറ്റേൺ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് പോകും. അപ്പോൾ ആ ടൈമിൽ അവർ അല്ല ട്രൈബൽ ഡാൻസ് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസ് ഏതാണെന്ന് ചോദിച്ചു കളയും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓപ്ഷനിൽ വരുന്നത് അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് പറയുക, മഹാരാഷ്ട്ര പറയുക, മഹാരാഷ്ട്രയായിട്ട് ബന്ധപ്പെട്ട ഡാൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഇപ്പോൾ തമാശയാണെന്നുണ്ടെങ്കിലും ഗാഫ, ഡാക്കികാല, ലോമണി, മൗനി, ഇതൊക്കെ മഹാരാഷ്ട്രയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോക്ക് ആൻഡ് ട്രൈബൽ ഡാൻസസ് ആണെന്നൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഏതാണെന്ന് പറയും. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫോക്ക് ആൻഡ് ട്രൈബൽ ഡാൻസസ് കൂടെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക. കാരണം നമുക്ക് ആ ഒരു മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെറുതെ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാർക്ക് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് പോകാം. അതുകൊണ്ട് ജസ്റ്റ് ഏത് സ്റ്റേറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, ഓക്കെ ലോവണി. ഇപ്പോൾ ലോവണി എന്ന് പറഞ്ഞാൽ അത് മഹാരാഷ്ട്രയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലാകണം. ഇപ്പോൾ അതുപോലെ തന്നെ ഗൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാകണം.
അതുപോലെ തന്നെ ഗൗർ എന്ന് പറയുമ്പോൾ അത് ഛത്തീസ്ഗറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന്. ഇപ്പോൾ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒരു നോട്ടാക്കി മനസ്സിലാക്കി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ കേരള. ഇപ്പോൾ കേരളയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിക്കൽ ഡാൻസസ് നമുക്ക് മനസ്സിലായി. അത് കഥകളി അല്ലെങ്കിൽ മോഹിനിയാട്ടം ഇതൊക്കെ കേരളയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിക്കൽ ഡാൻസസാണ്. ഇനി കേരളയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോക്ക് ഡാൻസ് അല്ലെങ്കിൽ ട്രൈബൽ ഡാൻസുകൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഇതുവരെ ചോദിച്ചിട്ടുള്ള പാറ്റേണിൽ നിന്നാണ് ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുള്ള കൈകൊട്ടിക്കളി അത് ഏത് സ്റ്റേറ്റിലെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കേരളയാണ്. അതുപോലെ തന്നെ കള്ളിയാട്ടം അത് വരുന്നത് കേരളയാണ്. അതുപോലെ തന്നെ തപ്പാട്ടിക്കളി അതും കേരളയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതിൽ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. കാര്യം കൃത്യമായിട്ട് ഇതിൻ്റെ ഇതെന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്നാലും ജസ്റ്റ് ഈ നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് താഴെ നോട്ടിൽ എന്തായാലും സ്പെല്ലിങ് തെറ്റ് വരാത്ത പോലെ കറക്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാക്സിമം ഒന്ന് നോട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ പഠിച്ചു പോവുക. ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. ദാന്ഡിയാണെങ്കിലും ഗർബയാണെങ്കിലും ടിപ്പാണിയാണെങ്കിലും അവിടുത്തെ ഫോക്ക് ആൻഡ് ട്രൈബൽ ഡാൻസുകൾ. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഡാൻസ് ഫോംസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോം ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദ സ്റ്റേറ്റ് ടു വിച്ച് ഇറ്റ് ഈസ് അസോസിയേറ്റഡ്. അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് നോക്കി പിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ലാവണി കേരള, ഡാൻഡിയ UP, ഗൗർ ഛത്തീസ്ഗഡ്, ഗൂമർ ഗുജറാത്ത് അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാവണി വരുന്നത് മഹാരാഷ്ട്രയാണെന്നും ഡാൻഡിയ വരുന്നത് ഗുജറാത്ത് ആണെന്നും ഗൂമർ വരുന്നത് രാജസ്ഥാൻ ആണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഗൗർ വരുന്നത് ഛത്തീസ്ഗഡാണ്. അതാണ് ഞാൻ പറഞ്ഞ ഓരോ ഫോക്ക് ആൻഡ് ട്രൈബൽ ഡാൻസ് ഓരോ സ്റ്റേറ്റിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതുപോലെ ഒരു മാച്ചിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിന് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. പൈഗ ഡാൻസ് ബിലോങ്സ് ഫ്രം ദ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് എന്നൊരു ചോദ്യം വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡാണ്. അപ്പോൾ പൈഗ ഡാൻസ് വരുന്നത് ജാർഖണ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ഒരു ട്രൈബൽ ഡാൻസ് ആണ്. ഇതിൽ ട്രൈബൽ ഗ്രൂപ്പ് വരുന്നത് മുണ്ട എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇതിൽ വരുന്നൊരു ഡാൻസാണ് പൈഗ. അപ്പോൾ അതും ജസ്റ്റ് ഈ ഒരു ഫോമിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു ചോദ്യമാണിത്. താഴെ പറഞ്ഞിട്ടുള്ളതിൽ ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് വരുന്നത് ഏതാണ് എന്ന് ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതിൽ വരുന്ന ഓപ്ഷൻസ് കഥക്, ഭരതനാട്യം, കഥകളി, കുച്ചിപ്പുടി. അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന് പിക്ക് ചെയ്യാൻ പറ്റും. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് കുച്ചിപ്പുടിയാണെന്നും കഥക്ക് വരുന്നത് നോർത്ത് ഇന്ത്യ അതായത് ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലാണെന്നും ഭരതനാട്യം വരുന്നത് തമിഴ്നാടു ആണെന്നും കഥകളി വരുന്നത് കേരളയാണെന്നും. അടുത്ത ഒരു എക്സാമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഡാഷ് ഈസ് നോട്ട് എ ഫോക്ക് ഡാൻസ് ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവയിൽ ഒരു ഡാൻസ് ഫോം ഇന്ത്യയിലെ ഫോക്ക് ഡാൻസ് അല്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് വരുന്നത് മോഹിനിയാട്ടം, ലാവണി, റൗഫ്, കൽബേലിയ. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ക്ലാസിക്കൽ ഡാൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മോഹിനിയാട്ടമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം മോഹിനിയാട്ടം കേരളയിൽ വരുന്നൊരു ക്ലാസിക്കൽ ഡാൻസ് ആണെന്നോട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക.